കുറച്ചുനാൾ കല്യാണത്തിൻ്റെ പേരിലുള്ള ആഭാസങ്ങളും പേക്കൂത്തുകളും അധികമൊന്നും കണ്ടില്ല. മഹത്തായ കല്യാണത്തിൻ്റെ പേരിൽ നടത്തുന്ന ഇത്തരം പേക്കൂത്തുകൾക്കെതിരെയും ആഭാസങ്ങൾക്കെതിരെയും അതാത് മഹല്ല് കമ്മിറ്റികളും ജനതയുമൊക്കെ ഒരുമിച്ചൊരു ഒറ്റക്കെട്ടായ രംഗത്ത് വന്നുകൊണ്ട് ശബ്ദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പേക്കൂത്തുകൾ അധികവും കാണാൻ സാധിക്കാത്തത്. എന്നാലിതാ വീണ്ടും അത്തരം ആഭാസങ്ങൾ തല ഉയർത്തി വരികയാണ്. ഞാനീ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ളൊരു ആഭാസം വീണ്ടും സംഭവിച്ചു. തളിപ്പറമ്പിലാണ് ഈ ഒരു സംഭവം നടന്നത്. അതിൻ്റെ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ഇത് ഏതെങ്കിലും അമ്പലപ്പറമ്പിലുള്ള ഉത്സവത്തിൻ്റെ കാഴ്ചയല്ല നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു കല്യാണത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ കാണിച്ച ആഭാസത്തിൻ്റെയും പേക്കൂത്തിൻ്റെയും കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മഹത്തായ ഒരു കല്യാണത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ആഭാസങ്ങൾ കാണിക്കുന്നതാകട്ടെ അധികവും മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. നോക്കൂ, മറ്റുള്ള മതസ്ഥർ, ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ, അത്തരം അവരുടെ മഹത്തായ കല്യാണങ്ങളെ മഹത്വമാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് ഇത്തരത്തിലുള്ള ആഭാസങ്ങളും പേക്കൂത്തുകളും ഒക്കെ കാണിച്ചു കൂട്ടുന്നത്. വധു തളിപ്പറമ്പ് സ്വദേശിയാണ്. ഈ പയ്യൻ, ഈ വരനെന്ന് പറയുന്നത് വളപട്ടണം സ്വദേശിയാണ്. അത്തരത്തിൽ ആ പയ്യനും വീട്ടുകാരും സ്ത്രീകളും അടക്കമുള്ളവരെന്നാണ് പറയപ്പെടുന്നത്. അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരികയും അവിടെ വെച്ച് കാണിക്കുന്ന ആഭാസങ്ങളുടെയും പേക്കൂത്തുകളുടെയും കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് വീട്ടിലെ ബെഡുകൾ വരെ കീറി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പൂരപ്പറമ്പ് പോലെ വെടികളൊക്കെ പൊട്ടിച്ച് റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് എന്തൊക്കെ ആഭാസം കാണിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഈ വരൻ്റെ വീട്ടുകാർ കാണിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ പയ്യൻ്റെ വീട്ടുകാരും ആ കൂട്ടുകാരും ഒക്കെ കാണിച്ച ഇത്തരം ആഭാസങ്ങൾ കണ്ടുകൊണ്ട് ആ വധുവിൻ്റെ കുടുംബക്കാർ ആ വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങുകളൊക്കെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ആ പെണ്ണിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് ഏതൊരു മാതാപിതാക്കളാകട്ടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. തൻ്റെ മകൾക്കൊരു കല്യാണം എത്തിക്കഴിഞ്ഞാൽ ആ മകളെ കെട്ടിച്ചയക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആരുടെയൊക്കെയോ കടങ്ങളൊക്കെ മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ആ കല്യാണമൊക്കെ നടത്തുക. പക്ഷേ ഇവിടെ അതിനെല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് ആഭാസങ്ങളും പേക്കൂത്തുകളും ഒക്കെ കാണിക്കുകയാണ്. നോക്കി, ഇത്തരം ആഭാസങ്ങൾക്ക് വേണ്ടി പൊടിപൊടിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഈ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്ര മഹത്തരമായിരുന്നു. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടോ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യാം. അതൊന്നുമല്ല, ആഭാസം കാണിക്കണം, പേക്കൂത്തുകൾ കാണിക്കണം. ഇത്തരം ആഭാസങ്ങൾക്കെതിരെയും പേക്കൂത്തുകൾക്കെതിരെയുമൊക്കെ നിരന്തരമായിക്കൊണ്ട് മതപണ്ഡിതന്മാർ ശബ്ദിച്ചുകൊണ്ട് പലതവണ പ്രസംഗിച്ച കാര്യമാണ്. അതാത് മഹല്ല് കമ്മിറ്റികൾ, പള്ളിയിലെ ഇമാമുമാർ,
അതോടൊപ്പം നിക്കാഹ് നടക്കുന്ന വേദിയിലിരുന്നു കൊണ്ട് തന്നെ നിക്കാഹ് ചൊല്ലിക്കൊടുക്കുന്ന ഉസ്താദുമാർ പോലും പലപ്പോഴും ഇത്തരം ആഭാസങ്ങൾക്കെതിരെയും പേക്കുത്തുകൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അതിനെ ബോധവൽക്കരണം നടത്തിയിട്ടും അതിനെല്ലാം പുല്ലുവില കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ ഇനിയും കാണിക്കുമെന്നുള്ള ആ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇത്തരം ആളുകൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. നോക്കൂ, നിക്കാഹ് അല്ലെങ്കിൽ കല്യാണമെന്നൊക്കെ പറയുന്നത് ഒരാണും പെണ്ണും കൂടിച്ചേരുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷമാണ്. അവർ രണ്ടുപേരും ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ആ മഹത്വമാക്കപ്പെട്ട ഒന്നാണ് വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് എന്നൊക്കെ പറയുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വധുവും വരനുമൊക്കെ ഒരു വിവാഹവേദിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടത് ആളുകളുടെ സ്നേഹവും നല്ല വാക്കുകളുമാണ്. നല്ല രീതിയിലാണ് നിക്കാഹും വിവാഹവും ഒക്കെ നടത്തുന്നത് എങ്കിൽ അത് കണ്ടുകൊണ്ട് ആളുകൾ ഒരുപാട് സ്നേഹത്തോടുകൂടി അവർ പ്രശംസിക്കാറുണ്ട്. ആ വധൂവരന്മാർക്ക് മംഗളാശംസകളൊക്കെ പറയാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇത്തരം ആഭാസങ്ങൾ കാണിക്കുന്ന വധൂവരന്മാർക്ക് അത്തരം ആളുകളുടെ പഴിയും ചീത്തവിളിയും മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇത്തരം പേക്കൂത്തുകൾക്ക് കൂട്ടുനിൽക്കുന്നത് സ്വന്തം മാതാപിതാക്കൾ, കുടുംബക്കാർ തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഗസയിലെ പാവപ്പെട്ട പിഞ്ചോമന മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ, വെള്ളം പോലും കിട്ടാതെ പ്രയാസം അനുഭവിക്കുമ്പോൾ, ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് സകല മനുഷ്യരും ഇവിടെ കുത്തിയൊലിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ, ഇവിടെ ഒരു ഭാഗത്ത് പണത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ സകല ആർഭാടങ്ങളും ആഭാസങ്ങളും ഒക്കെ കാണിക്കുകയാണ്. ഇതോടൊപ്പം ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കൂടി കേൾപ്പിക്കാം. വളപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഉസ്താദിന്റെ ഒരു ഫോൺ സംഭാഷണമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാലി നജീബ കവിയാണ് കക്കഞ്ചാലിൽ നിന്ന്. പിന്നെ ഇന്നലെ നിങ്ങളുടെ മഹലിൽ ഒരു നിക്കാഹ് ഉണ്ടായിരുന്നു. ആ നിക്കാഹിന് പോയി. നിക്കാഹിൽ നടന്ന പുതിയാപ്പിളയുടെ ആൾക്കാർ നമ്മുടെ മഹലിലേക്ക് വന്ന് എന്താ പറയാ, ഒരു വളപട്ടണ മഹലിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതും നമ്മൾ മനസ്സിലാക്കി നല്ലൊരു ദീനി മാഹലൊക്കെ ഉള്ള മഹലാണ് എന്നതായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മുടെ കക്കഞ്ചാലി മഹലിൽ വന്നിട്ട് അവർ കാട്ടിക്കൂട്ടിയോ പേക്കൂത്തുകളും തെമ്മാടിത്തരങ്ങളും അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് അത്രത്തോളം മോശമായ ഒരു കാര്യങ്ങളാണ് ഇന്നലെ അവരവിടെ കാണിച്ചു കൂട്ടിയത്. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. വളരെ മോശമായത്, വളരെ മോശമായത്. നമ്മുടെ മഹലിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ പിന്നെ പെണ്ണിന്റെ കാരണന്മാരൊക്കെ പറഞ്ഞിട്ട് പോലും മക വെക്കാതെ ഇതുപോലെ ധിക്കാര മനോഭാവം കാണിച്ച് വല്ലാത്ത ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു നമ്മുടെ മഹലിന് വലിയ നാണക്കേടും വലിയ ചീത്തപ്പേരും ഉണ്ടാക്കി തന്നു. ഇന്നലെ മുതൽ എന്നെ പലരും ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ മഹലിലല്ലേ, നിങ്ങൾ എല്ലാത്തിനും ഇത് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വിളിക്കുന്നു. ഈ വീഡിയോ അയച്ചു തന്നിട്ട് അതെനിക്കും വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാനാണ് അവിടെ പോയി എനിക്ക് അതിന്റെ പ്രസംഗമൊക്കെ നടത്തിയത്. അപ്പൊ അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നമ്മുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ട്. അപ്പൊ അതൊന്ന് ഓട്ടക്കാരനാണല്ലോ, ആ രീതിയിൽ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വോയിസ് വിടുന്നത്. മഹല്ല് തലത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പോലീസിൽ കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അവർ അവിടുത്തെ ബെഡൊക്കെ കുത്തി കീറിയെന്നാണ് അറിഞ്ഞത്. കൃത്യമായിട്ട് ഞാനത് അതിനെക്കുറിച്ച് അവിടെ പോയി അവരോടൊക്കെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ മഹല്ല് തലത്തിൽ എങ്ങനെ, കമ്മിറ്റി തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം നമുക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കിയ, അതുപോലെ തന്നെ വലിയ പരിസര വീടുകളിലുള്ളവരൊക്കെ എനിക്ക് വോയിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്തായി കാണിച്ചു കൊടുത്തത്, ഇവിടെ അയൽവക്കത്തൊക്കെ ചെറിയ കുട്ടികളുള്ളതല്ലോ ഉസ്താദെ, വെടിക്കെട്ടും ഇതൊക്കെ ആയിട്ട് എന്താണ്. വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് വലിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആളുകൾ ഭയപ്പെടുന്ന തരത്തിൽ, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ഇത്തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം ആഭാസം കാണിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായി കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവന്മാരൊക്കെ പേടിക്കുകയുള്ളൂ, ഒരു ഭയമുണ്ടാവുകയുള്ളൂ.